2024 സമാനമായി പല മേഖലകളിലും വേനൽമഴ ലഭിക്കാത്തത് വരൾച്ചയുടെ ലക്ഷണമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. മൂന്നാറിൽ ഉൾപ്പെടെ അൾട്രാവയലറ്റ് സൂചിക ഉയർന്ന നിലയിൽ രേഖപ്പെടുത്തിയതും ആശങ്ക സൃഷ്ടിക്കുന്നു. കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ട കണക്ക് പ്രകാരം ഏപ്രിൽ 1 മുതൽ കഴിഞ്ഞ 18 വരെ ജില്ലയിൽ 58% വേനൽമഴയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണയായി 83.1 മില്ലിലിറ്റർ മഴയാണ് ഇക്കാലയളവിൽ ലഭിക്കേണ്ടത്. എന്നാൽ 35.2 മില്ലിമീറ്റർ മഴയാണ് ഇതുവരെ ലഭിച്ചത്. ജില്ലയിൽ പല ഭാഗത്തും ലഭിച്ച വേനൽ മഴയിലും കാര്യമായ വ്യത്യാസമുണ്ട്. ചില മേഖലകളിൽ 35 മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിച്ചപ്പോൾ മറ്റ് ചില സ്ഥലങ്ങളിൽ ഇതിന്റെ പകുതി മാത്രമാണ് ലഭിച്ചത്. ഏലം കൃഷി ചെയ്യുന്ന ഉടുമ്പൻചോല താലൂക്കിലെ ഭൂരിഭാഗം മേഖലകളിലും മഴ കുറഞ്ഞത് ഏലയ്ക്ക ഉത്പാദനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. വേനൽ കടുത്തതോടെ ഹൈറേഞ്ചിലെ പല മേഖലകളും ജലാശയങ്ങളും കടുത്ത ജലപ്രതിസന്ധി നേരിടുന്ന അവസ്ഥയിലാണ്. വേനൽമഴ പല ഭാഗങ്ങളിലും പെയ്തെങ്കിലും മിക്ക സ്ഥലങ്ങളിലും മഴ പെയ്തിട്ടില്ല. കഴിഞ്ഞ തവണ 2024 വരൾച്ചയ്ക്ക് സമാനമായ ഒരു അവസ്ഥയിലാണ് ഈ തവണ ചൂട് അനുഭവപ്പെടുന്നത്. പൊന്മുഴി ഡാം അടക്കമുള്ള ഡാമുകളിൽ സംഭരണശേഷിയുടെ ഒരു 25-30% കൂടുതൽ വെള്ളം ഇല്ല. അതുകൊണ്ട് അത് വൈദ്യുതി ഉൽപ്പാദനത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷിയെയും കാര്യമായി ബാധിക്കുന്നുണ്ട്. വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന പലർക്കും നനയ്ക്കാൻ സംവിധാനമില്ല. ജലാശയങ്ങളിൽ വരുന്ന വെള്ളം, ഒഴുകിപ്പോകുന്ന വെള്ളം എടുക്കാനുള്ള സംവിധാനം ഇപ്പോൾ ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. വേനൽ ശക്തമായതോടെ ജില്ലയിലെ ഡാമുകളിലും ജലാശയങ്ങളിലും ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നു തുടങ്ങി. ഇടുക്കി ഡാമിൽ കഴിഞ്ഞ വർഷം ഈ സമയത്തുണ്ടായിരുന്നതിനേക്കാൾ 8 അടിയിലധികം ജലനിരപ്പ് കുറവാണ് ഇപ്പോൾ. ഡാമിലേക്കുള്ള പ്രധാന നീരൊഴുക്കുകൾ പലതും വറ്റിത്തുടങ്ങി. 2403 അടി പരമാവധി സംഭരണ ശേഷിയുള്ള ഇടുക്കി ഡാമിൽ 2338 അടിയാണ് കഴിഞ്ഞ ദിവസത്തെ ജലനിരപ്പ്. അതായത് 35.98% മാത്രം വെള്ളം. പരമാവധി സംഭരണശേഷി 704.5 മീറ്ററുള്ള പൊന്മുടി ഡാമിൽ 687.80 മീറ്ററും 1599.59 മീറ്റർ പരമാവധി സംഭരണ ശേഷിയുള്ള മാട്ടുപ്പെട്ടി ഡാമിൽ 1581.90 മീറ്ററുമാണ് നിലവിലെ ജലനിരപ്പ്. കല്ലാർകുട്ടിയിൽ 450.70 മീറ്ററായും ഇരട്ടയാറിൽ 746.30 മീറ്ററായും ജലനിരപ്പ് താഴ്ന്നു. സീ മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.